ഹായ് ഇന്നിവിടെ ഉത്സാഹമാണെന്നാണ് തോന്നുന്നത്. ഉത്സാഹം? ആ പള്ളിപ്പെരുന്നാൾ പോലെ അമ്പലത്തിലുണ്ടാവുമല്ലോ ഉത്സാഹം. ഹലോ ഫ്രണ്ട്സ്, ഇന്നിവിടെ ദീപാവലി സെലിബ്രേഷൻ ആണ്. ഒരാഴ്ചയായിട്ട് ഇവരിട്ട രംഗോലിയാണ് ഇത് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കിഡ്സിന്റെ കുറേ പ്രോഗ്രാംസ് ഉണ്ട് ഇന്ന്. രണ്ടുപേരും ഫാഷൻ ഷോയിലും ഡാൻസ് പ്രോഗ്രാമിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ വീഡിയോസ് നമ്മൾ വഴിയെ കാണുന്നതായിരിക്കും. ഇതാണ് മെയിൻ സ്റ്റേജ്. ഫ്ലാറ്റിന്റെ താഴെയായിട്ടാണ് ഇവർ പ്രോഗ്രാം ഫുള്ളും സെറ്റ് ചെയ്തേക്കണേ. പ്രോഗ്രാമിന്റെ ചെറിയ ചെറിയ വിഷ്വൽസ് നമുക്ക് കണ്ടാലോ? ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഫാഷൻ ഷോ ആയിരുന്നു. പിടിച്ചു വലിക്കരുത്, എന്നെ കൊണ്ടുപോണേ. ഓരോരോ സെറ്റ് ആയിട്ടാണ് അവർ ഫാഷൻ ഷോ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതെന്ന് പറയുന്നത് സിബ്ലിങ്സിനോടുള്ള ഫാഷൻ ഷോ ആണ്. ഈ പിള്ളേരായതുകൊണ്ട് എങ്ങനെ നടന്നാലും കാണാൻ നല്ല രസമായിരുന്നു. നമുക്ക് മുന്നേ ചെറിയൊരു റിഹേഴ്സലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ സ്റ്റേജ് വരുമ്പോൾ പെർഫോമൻസ് വേറെ ആയിരിക്കുമല്ലോ. ഹെദറിന്റെ അടുത്ത് സെന്ററിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ചേട്ടൻ ഭയങ്കരമായിട്ട് കൈ മുറുക്കെ പിടിച്ചേക്കായിരുന്നു. അത് കാരണം കൊണ്ട് ആൾക്ക് കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒരു റൗണ്ടും കൂടിയും അവർക്കൊരു ചാൻസ് കിട്ടി വരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ കുറേ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് അവളിങ്ങനെ കാണിച്ചുട്ടാ. നല്ല ക്യൂട്ടായിരുന്നു. ഞാൻ എന്റെ കരുത്ത് തെളിയിച്ചു കഴിഞ്ഞു. ഇവരാണ് ഹെദറിന്റെ മെയിൻ ഫ്രണ്ട്സ്. ഞങ്ങൾ മോർണിംഗിൽ പാർക്കിൽ പോകും, ഡെയിലി പാർക്കിൽ പോകാറുണ്ട്. ആ സമയത്ത് ഹെദറിനുള്ള കുറച്ച് ഫ്രണ്ട്സാണ്. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് നിരൂന. പ്രോഗ്രാമിന് വന്നിട്ട് മിക്ക സമയം ആളുടെ കൂടെ കളിക്കലായിരുന്നു. നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കല്യാണങ്ങളാണ് കൂടുന്നത്. പക്ഷെ പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കുറേ ഫെസ്റ്റിവലൊക്കെ നമ്മൾ ഭയങ്കര നന്നായിട്ട് ആഘോഷിക്കും. പിന്നെ കുറേ ബർത്ത്ഡേ പാർട്ടികൾ കിട്ടും. അങ്ങനെ എനിക്ക് തോന്നിയേക്കണേ. ഫസ്റ്റ് ടൈമാണ് ഇവർ ഒരുമിച്ച് സ്റ്റേജിൽ കയറുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. പ്രോഗ്രാം കഴിയാറായപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ ബെന്നൊക്കെ മേടിച്ചൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ പിള്ളേരാകുമ്പോൾ ഒന്ന് അടക്കി ഒതുക്കി ഇരുത്താൻ കുറച്ച് പാടാണ്. നമുക്കൊന്ന് സമാധാനത്തിലിരുന്ന ഒരു സാധനം കാണാമെന്ന് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവർ വന്ന എല്ലാ കുട്ടികൾക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുട്ടികൾക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി. ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതൊന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ഭയങ്കര ആകാംക്ഷയായിരിക്കും. നമുക്ക് അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ അവിടെ വെച്ച് തന്നെ പൊട്ടിക്കണം എന്നാണ്. ബുക്സും കളർ പെൻസിൽസും ഒക്കെയാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായത്. ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും ഈ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഏറ്റവും മേലെ പോയിട്ട് കുറച്ച് റീൽസും എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഇരിക്കണ ഈ ഭാഗത്താണ് ഇന്ത്യക്കാർ കൂടുതലായിട്ടുള്ളത്. അത് കാരണം കൊണ്ട് പുറത്തും ഭയങ്കര സെലിബ്രേഷൻ തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ദീപാവലി ഇത്രയും നന്നായി ആഘോഷിക്കുന്നത്. ദീപാവലി ഇത്രയും വലിയ ആഘോഷമാണെന്ന് എനിക്ക് ഇവിടെ വന്നിട്ടാണ് മനസ്സിലായത്. ഇവിടെ കുറേ മലയ തമിഴിയൻസ് ഉണ്ട്. അത് കാരണം കൊണ്ട് അവർക്ക് ദീപാവലി ഭയങ്കര വലിയ ആഘോഷമാണ്. ഒരു മാസമായി ഇവർ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിട്ട്. റോഡിൽ ഫുള്ളും കടകളായിരുന്നു. ഓണല്ല, ഇവിടെയാണ് ബ്രിക് ഫീൽഡില് ദീപാവലി ആയിട്ട് ഫുൾ തിരക്കാണ്. പടക്കം പൊട്ടിക്കുന്ന പറഞ്ഞാൽ ഇവര് നിർത്താണ്ടാണ് പടക്കം പൊട്ടിക്കണേ. ഞങ്ങളത് കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇതാണ് ലിറ്റിൽ ഇന്ത്യ. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. കാണാത്തവരെന്തായാലും ചാനലിൽ പോയി കാണണം. ദീപാവലിയുടെ മെയിൻ ആഘോഷം ഇവിടെയാണ് നടക്കുന്നത്. മിക്ക കടകളിലും മെയിൻ ആയിട്ട് നമുക്കൊരു സാധനം കാണാം, സ്വീറ്റ്സില്ലാതെ എന്ത് ദീപാവലിയിലെ. ഈ കടകളുടെ ബാക്കിലും കടകൾ തന്നെയാണ്, ഫ്രണ്ടിലും അതെ. ഒരു ചെറിയ വഴിയുള്ള അതിൽ കൂടെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട്. പടക്കം പൊട്ടിയപ്പോ ഹെദറിന് ഭയങ്കര പേടിയായി. അപ്പൊ ഞങ്ങൾ ഒക്കത്ത് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഹെദർ പേടിയില്ല പടക്കം പൊട്ടിയത്. ഇവിടെ നമ്മുടെ നാട്ടിൽ കിട്ടണ പക്ക ട്രഡീഷണൽ ഡ്രസ്സുകൾ ഇവിടെ കിട്ടും. ക്വാളിറ്റിയിലും നല്ല ചേഞ്ച് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ക്വാളിറ്റിയിൽ ഈ റേറ്റിൽ ഇതിനേക്കാളും നല്ല ഡ്രസ്സുകൾ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ചെറിയ സാധാ ഒരു ടോപ്പിന് വരെ 50 റിങ്കറ്റ്സ് ആണ്. 50 റിങ്കറ്റ് പറഞ്ഞാൽ 1000 റുപ്പീസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദീപാവലിയുടെ പിറ്റേ ദിവസമായി ഇത് മിക്ക കടകളും അഴിക്കാൻ തുടങ്ങി. കാരണം എന്താ, ഒരു മാസമായി ആൾക്കാർ കട തുടങ്ങിയിട്ട്. അപ്പൊ ദീപാവലി വരെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. പിറ്റേ ദിവസം അവർ കടകളൊക്കെ അഴിക്കും. എന്നാലും ദീപാവലിയുടെ ഒരു വൈബായിട്ട് പടക്കം പൊട്ടിക്കണേന് ഒരു ദാക്ഷിണ്യം ഉണ്ടായില്ല. ഒരു ഈവനിങ്ങിന് പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ പുലർച്ചെ 3 മണി വരെ ഉണ്ടായിരുന്നു. ഒരു ടീം കഴിയുമ്പോൾ അടുത്ത ടീം തുടങ്ങും. അതും ഒരു ബൾക്ക് സാധനങ്ങളാണ് കൊണ്ടുവന്നവർ പൊട്ടിക്കണേ. ഇതൊക്കെ ഇവരെ ചെറിയൊരു സാമ്പിൾ വെടിക്കെട്ടായിട്ടുള്ളൂ. ഇനി വലുത് വരാനിരിക്കണുള്ളൂ.
ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ വന്ന ഫീലിംഗ് ആണ്. ഫുള്ളും കാണാനും ഇന്ത്യയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ പോലെയാണ്. പിന്നെ കൂടുതൽ ആൾക്കാർ ഇവിടെ തമിഴാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ബാക്കിൽ മെർഡേക്ക് കാണാൻ പറ്റും. ഫുൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട് മെർഡേക്കിൽ. യാത്ര കാണാൻ നല്ലൊരു രസമുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇന്ത്യൻ ഫുഡ് കിട്ടും, നമ്മുടെ കേരള സ്റ്റൈലുള്ള ഫുഡും നമുക്ക് കിട്ടും. ഇത് അടുത്ത ടീമിന്റെ വെടിക്കെട്ടാണ്. ഇവിടെയാണ് മിക്ക ടീമുകളും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നത്. ഒന്ന് കഴിയുമ്പോൾ മറ്റാൾക്കാർ തുടങ്ങും. ഇത് കാണാൻ അവിടെ സൈഡിൽ കുറേ പേര് ചുറ്റും കൂടി നിൽക്കണ്ടായിരുന്നു. ഇത് ഞാൻ ദീപാവലി ഉള്ള ദിവസം എടുത്തതാട്ടാ. ഭയങ്കര പടക്കം പൊട്ടിക്കലായിരുന്നു. അപ്പോൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ 7th ഫ്ലോറിൽ പോയി. അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് ലിറ്റിൽ ഇന്ത്യയുടെ ഫുൾ വ്യൂ കാണാൻ പറ്റും. ഇപ്പം ഞാനും ഹെൻറി കുട്ടനും യാത്ര 1 മണിക്ക്. പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല, അതുപോലെയാണ് ഇവരുടെ പടക്കം പൊട്ടിക്കല്. അപ്പം അത് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ്. സമയത്താണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കിയത്. ഇന്നായിരുന്നു പോണ്ടേന്ന്. അത്രയും ഭയങ്കര ആഘോഷമായിരുന്നു. അതിൽ കൂടെ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല എന്ന് എനിക്ക് തോന്നണേ. മേലെ നിന്ന് നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും. ഫുൾ ആൾക്കാരാണ്, ബാൻഡ് മേളവും എല്ലാം ഉണ്ട്. പിന്നെ റോട്ടിൽ കൂടെ നമുക്ക് വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, ഒക്കെ അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചാണ്. ഈ ഒരു ഏരിയ മൊത്തം കൊടുത്തേക്കാണ്. ബൈ, സീ യു.